ഹലോ ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് മുത്തുമണിയിലെ വിശേഷങ്ങൾ പറയൂ. നല്ല അടിപൊളി മഴയൊക്കെ കേട്ടോ. എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ വോയിസ് ഒന്നും കൊടുക്കാനായിട്ടില്ല, ചുമ അങ്ങോട്ട് മാറുന്നില്ല. ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാൾ മുന്നേ എടുത്തതാണ്. അതായത് എൻ്റെ വീട്ടിൽ ട്രിവാൻഡ്രം പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അതിപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇടാനുള്ള സമയം കിട്ടിയത് കേട്ടോ. സോറി കേട്ടോ. ഇത് വേറെ കൊല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്താണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു 11-11:30 ആയപ്പോൾ മോക്ക് ജസ്റ്റ് ഫുഡൊന്നും കൊടുക്കാണ്ടല്ലേ വെളുപ്പിന് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ പോയപ്പോൾ ഞാൻ ഫുഡ് തയ്യാറാക്കി മോക്ക് കുറുക്കൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇക്ക് പറഞ്ഞ് നമുക്ക് നല്ലൊരു സ്ഥലമുണ്ട് കോട്ടയത്ത് പോകുന്ന വഴിക്ക് 4 മണി കാറ്റ് എന്ന് പറഞ്ഞിട്ട്, കുറേ നല്ല ഇരിക്കാനും നല്ല ഇതൊക്കെയാണ്. പക്ഷെ മഴ ആയതുകൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്ത് രസമാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് പോയതിൻ്റെ ഒരു ടയേർഡ്നെസ് നമ്മുടെ മുഖത്തുണ്ട്. കോട്ടയം വരെ എത്തിയുള്ളൂ, ഇനിയും കിടക്കാം ദൂരെ യാത്ര. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിൽ കയറി ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വിട്ട് കോട്ടയം എത്താറായപ്പോഴത്തേക്കാണ് ഈ സ്ഥലം കണ്ടത് കേട്ടോ. നല്ല രസമുണ്ട്. എന്താ പറയണ, ഈ 4 മണി കാറ്റെന്ന് പറയുന്ന ഈ സ്ഥലം ഒരുപാട് കുഞ്ഞു ഇങ്ങനെ കുറേ ഷോപ്പുകളാട്ടോ, ഒരുപാടുണ്ട്. എത്ര കൗണ്ടറാ, 1, 2, 3 എന്നും പറഞ്ഞിട്ട് കുറേ കൗണ്ടറാണ്. അപ്പോൾ അവിടെ വൈകിട്ട് ഒരു ഉച്ച കഴിയുമ്പോൾ തൊട്ട് ഒരു 3 മണി തൊട്ട് അവിടെ ഓപ്പൺ ആയി വരും. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് പോലത്തെ കുറച്ച് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ട്, അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ എന്തായാലും എനിക്കും മക്കൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമായി. ഇപ്പോൾ ഇക്ക ഓട്ടം പോകുമ്പോൾ അവരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങാറുണ്ടെന്ന് പറയുന്നത്. കുട്ടികൾക്ക് പ്ലേ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോളെ ഇവിടെയൊക്കെ കുറച്ച് നിർത്തിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ആ പേരിൽ ഞാൻ പതിയെ ഫുഡൊക്കെ നമുക്ക് ഒരു കൊടുത്തു. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും കോട്ടയം റൂട്ട് ഈ വഴി പോവുകയാണെങ്കിൽ 4 മണി കാറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മിസ്സാവണ്ട കേട്ടോ, ഇത് ഓർത്ത് വെച്ചോണേ. അപ്പോൾ ഇവിടെ മഴ പെയ്തതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. അവരെല്ലാം ഇതുപോലത്തെ കുഞ്ഞു ഷോപ്പാണ് കേട്ടോ. അവർ ഫുൾ കവർ ചെയ്ത്, ലേഡീസാണ് സ്റ്റാഫൊക്കെ കേട്ടോ. അത് ഈ സർക്കാർ നമ്മുടെ ഇതിൻ്റെ തന്നെ കീഴിലുള്ള എന്തോ ഒരു സംഭവമാണ്. ഇവിടുത്തെ നല്ല നാച്ചുറലായിട്ടുള്ള നാടൻ സ്നാക്സാണ്. പഴംപൊരി, സമൂസ, അങ്ങനെയൊക്കെയുള്ള നല്ല ഒറിജിനൽ അടിപൊളി നല്ല ടീ, കോഫി, അങ്ങനെയൊക്കെ ഐറ്റം കിട്ടും. അപ്പോൾ 4 മണിയൊക്കെ നമ്മളൊരു 3 മണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒക്കെ പറയണു വണ്ടി പോലും നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഈ സൈഡും ഓപ്പോസിറ്റ് നല്ല വെള്ളം ഇങ്ങനെ പോയി കിടക്കുന്നത് നല്ല രസമാണ്. മൊത്തത്തിൽ നല്ലൊരു ഇതൊക്കെയാണ്. അത് ഇതുപോലെ ഇങ്ങനെ കയറാനുള്ള ഈ ഏർമാടം പോലെയുള്ള ഒരു സംഭവമാണ്. ഏർമാടമൊന്നുമില്ല, അതുപോലെ ഇങ്ങനെ കയറി മുള പോലെ വെച്ചിട്ട് കയറി ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ സ്ലിപ്പായി വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഹൈറ്റ് ആയിട്ട്. അപ്പം മോൻ അവളെ മടിയിൽ വെച്ച് ജസ്റ്റ് ആയത്, അവൻ്റെ പാൻറ്റ് അപ്പടി അഴുക്കായിട്ടുണ്ട് കേട്ടോ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ? എനിക്ക് സൗണ്ട് കൊടുക്കാൻ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, ചുമ അങ്ങോട്ട് മാറുന്നില്ല. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മോൾ അതിലിങ്ങനെ ഊന്ന് കയറുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ചിരിച്ച കുറുക്കൽ ഞാൻ കൊടുത്തു വരികയാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, നല്ല ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും. പിന്നെ ഓപ്പണായിട്ട് ഇല്ലാത്തതിൻ്റെ സങ്കടമില്ല, കാരണം പഴംപൊരിയും ചായയും കഴിക്കാൻ പറ്റിയില്ലല്ലോ, ആ ഒരു സങ്കടമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സൈഡ് മൊത്തം ഷോപ്പുകളും നമുക്ക് ഇരിക്കാനുള്ളതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ദയാ കാണുന്നത്. അവിടെ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് ഒത്തിരി വെള്ളം കയറി കിടക്കുക. അവിടെ നല്ല രസമുണ്ടോ, നമുക്ക് അത്യാവശ്യം നിൽക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. നമുക്കിവിടെ ആ ഉച്ച കഴിഞ്ഞ് ശനി ഞായർ ദിവസങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് പോലും ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ ആ ട്രിവാൻഡ്രം പോകുന്ന വഴിക്ക് ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. എന്തായാലും പോയി നമുക്ക് കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നല്ല നാടൻ പൈതൃക ഭക്ഷണങ്ങൾ ആസ്വദിക്കൂ, കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിക്കൂ എന്നാണ് അവിടെ ഓരോ ഇതിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് ആസ്വദിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് കുട്ടികളും മറ്റും വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് വന്ന് ഓരോ കൗണ്ടർ ബേസ് ചെയ്താട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഓരോ ഷോപ്പാണ്, കുഞ്ഞു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് പോയിട്ട് 3-ാമത്തെ ദിവസം തിരിച്ചു വന്ന
വന്നപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു ഒരു 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഓരോ ഷോപ്പിൽ ഈ 2 ലേഡീസ് വെച്ചാൽ അവർ വന്നിട്ട് ഇങ്ങനെ ഷോപ്പൊക്കെ അഴിച്ച് എല്ലായിടം നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് ചായയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടു. ഇവിടെയൊക്കെ എന്ത് രസമാണെന്ന് അറിയാം. പക്ഷെ മഴ പെയ്തതിൻ്റെ കുറച്ചൊരു മുഷിപ്പുണ്ട് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ അടിപൊളിയൊന്നുമെങ്കിൽ നല്ല ലൊക്കേഷൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് നിൽക്കാനും കുറച്ച് നേരം സമയം പോകാനും മക്കളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ വളരെ കെയർ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ റോഡ് ചേർന്ന് അങ്ങ് കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉള്ള ആ ഒരു കെയറിങ് നമ്മളെപ്പോഴും വേണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം സ്പോട്ട് നിങ്ങൾക്ക് മറന്നു പോകണ്ട. കോട്ടയത്തേക്ക് പോകുന്നൊരു കോട്ടയം തന്നെയാണ്, കോട്ടയത്താണ് 4 മണിക്കാറ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ തന്നെയാണ് 4 മണിക്കാറ്റ്. അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടയ്ക്കുന്നതിൽ പോലും 4 മണിക്കാറ്റ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. നാടൻ പൈതൃക ഭക്ഷണങ്ങൾ ആസ്വദിക്കൂ, കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിക്കൂ എന്ന് വെച്ചാൽ നാച്ചുറലായിട്ടുള്ള സ്നാക്സൊക്കെയാണ് അവർ ഉണ്ടാക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണെന്നൊക്കെ പറയണം. പഴംപൊരി ആണെങ്കിലും വലിയ പഴംപൊരിയാണ്, നല്ല മുരിഞ്ഞിട്ട് നല്ല അടിപൊളി ടേസ്റ്റ്, അതുപോലെ നല്ല ചായയും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് തുടച്ചിട്ടാണ് മോളെ ഇരുത്തിയത്. കാരണം മഴ പെയ്ത് അപ്പടി ഇങ്ങനെ നനഞ്ഞ് ഉള്ള ഒരു രീതിയാണ്. വേറെ എന്തൊക്കെയാണ്, കുറേ ഉണ്ട് കേട്ടോ. ലെങ്ത് അത്യാവശ്യം നല്ല നീളം അങ്ങ് കിടക്കണം. എത്രയോ ഷോപ്പുകളാണ്. ഇതെങ്ങനെയാണ് ഇതെന്നുള്ള അറിയില്ല. നമുക്ക് ആ തിരക്കുള്ള സമയത്ത് പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഭംഗി വരിക അല്ലേ. എന്തായാലും കുഞ്ഞുമണി അവിടെ നിന്ന് വലിയ പാട്ടൊക്കെ പാടിക്കൊണ്ടാവും കേട്ടോ ഊഞ്ഞാലാടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിന് വോയിസ് കൊടുത്താണ് ഞങ്ങൾ അവിടെ ചെയ്തത്. പക്ഷേ ഞാൻ അത് പ്ലേ ചെയ്തപ്പോൾ ഒന്നും മനസ്സിലാവുന്ന വണ്ടികളുടെ ഇരപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ വോയിസ് കൊടുക്കാത്തത്. ഇക്കയും വോയിസ് കൊടുത്തായിരുന്നു, ഞാനും വോയിസ് കൊടുത്താണ് ഞങ്ങൾ ഈ വീഡിയോ പിടിച്ചത്. മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിരുന്നേ. നമ്മുടെ കയ്യിൽ മൈക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ വോളിയം കൊടുക്കാൻ, ആ സൗണ്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു വലിയൊരു വള്ളമുണ്ട് കേട്ടോ. എന്ത് രസം. ഞാൻ അതിൻ്റെ മണ്ടേക്കറി ഇങ്ങനെ തുഴയണതൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ എടുക്കണേ. ഞാൻ വള്ളത്തിൽ തുഴഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി രസം കേട്ടോ. ഇതൊരു വള്ളമാണ്, വലിയ നീളത്തിനുള്ള, നമ്മൾ ഈ വലിയ വള്ളങ്ങളില്ലേ അതുപോലത്തെ ഒരു വള്ളമാണ്. മോളും മോളും കൂടെ അതിൻ്റെ പുറത്തുകൂടെ അങ്ങോട്ട് ഉലാത്തി നടക്കുകയാണ്. അപ്പം മോൻ നമ്മുടെ വീഡിയോഗ്രാഫർ ആരാന്നറിയാലോ, മുഹമ്മദ് ബിലാലാണ്. അപ്പം മോൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി. ഇത് ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് കുറേ നടന്ന് ഞങ്ങളിങ്ങനെ എത്തി കേട്ടോ. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഇതായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ട്രീയും ഒരു ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു ഇതാട്ടോ. ഇത് നമ്മൾ ആ നിന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റാണ്, റോഡ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം. അവിടെയും ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അത്യാവശ്യം നല്ല വെള്ളം കയറി നല്ലൊരു ഇതിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു വെള്ളപ്പൂവൊക്കെ ഉള്ള ഒരു ഗാർഡൻ പോലെ. അപ്പോൾ അവിടെ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ചെന്നൊന്ന് മണപ്പിച്ച് നോക്കിയപ്പോൾ മണമൊന്നുമില്ല പൂവിന്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വ്യൂ അല്ലേ. അല്ല എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ തകർത്ത് വോയിസ് കൊടുത്ത് പോയാണ്. അടിപൊളി ഗാർഡനൊക്കെ ഉണ്ട്, അതേ നല്ല മണമൊന്നുമില്ല ഫ്ലവറിനെന്നൊക്കെ പറഞ്ഞ് ഒരു ഡയലോഗൊക്കെ വിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണിച്ച് നടന്നതാണ്. അതിൻ്റെ ഇടയിൽ ഇക്കയും വോയിസ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓട്ടം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ആ മഴ പെയ്തിട്ട് നല്ല വെള്ളം കയറി ഇങ്ങോട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ 4 മണിക്കാറ്റ് ഷോപ്പൊക്കെ. ഇത് ഞങ്ങൾ അതിൻ്റെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മഴയൊക്കെ പൊടിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പം തിരിച്ചില്ല, പെട്ടെന്ന് ചെന്ന് കയറി, കാരണം കുറച്ച് മാറിയാ കാറിട്ടേക്കുന്നത്. ഞങ്ങളിങ്ങനെ നടന്ന് കുറേ വന്നു. അപ്പം പെട്ടെന്ന് തന്നെ പിന്നെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഒറ്റ വെയിലല്ലേ, കുടയൊന്നും കയ്യിലെടുത്ത് വെച്ചിട്ടില്ല. അപ്പം മോൾക്ക് എന്തായാലും ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് ഫ്രഷായി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് വീണ്ടും ഞങ്ങളുടെ ട്രിവാൻഡ്രം യാത്ര ഇവിടെ തുടരുകയാണ്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, കുറേയൊക്കെ എവിടെയാണെന്നൊന്നും ഒരു പിടുത്തമില്ല. മോക്കാണെങ്കിൽ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അവൾക്ക് അതിൽ തന്നെ ഇരിക്കുന്നത്. എനിക്കൊക്കെ ആണെങ്കിൽ ഊഞ്ഞാലിൽ ഇരുന്ന് ആടി കഴിയുമ്പോൾ തന്നെ എനിക്ക് തലയിറങ്ങും കേട്ടോ, ഒമിറ്റ് ചെയ്യാനൊക്കെ തോന്നും. മോൾക്ക് ഒരു പ്രശ്നമില്ല, എന്തോരം നേരം വേണമെങ്കിലും എൻ്റെ മുത്തുമണി ഇരുന്ന് ആടിക്കോളും. മോനെ യാത്ര ചെയ്തതിൻ്റെ ഒരു ടയേർഡ്നെസ്സൊക്കെ മുഖത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കോട്ടയത്തുള്ള 4 മണിക്കാറ്റിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.